ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പരമപ്രധാനമായ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം ഇന്ത്യ സഖ്യം യോഗം ചേർന്നിരുന്നില്ല. ഈ കാലയളവിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ സഖ്യത്തിലുണ്ടായി. DMK ഏതാണ്ട് സഖ്യം വിട്ട മട്ടാണ്. അതേസമയം ബംഗാളിൽ വലിയ പരാജയം സംഭവിച്ച മമതാ ബാനർജി സഖ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ശരത് പവാറിനും അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 23ഓളം പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത് മല്ലികാർജുൻ ഖാർഗെ. കാത്തിരുന്ന് കാണാം. ഒപ്പം CPM-ന്റെയും JMM-ന്റെയും എതിർപ്പ് കൂടി കോൺഗ്രസ് പരിഗണിക്കേണ്ടി വരും പല കാര്യങ്ങളിലും എന്നാണ്. മനു ഭാരത് വിവരങ്ങളുമായി ചേരും. മനു, നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, സംശയമില്ല. അത്ര ഒരു കൂട്ട് നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സഖ്യമായി കാണാൻ സാധിക്കില്ല. പാർട്ടികൾ പല തട്ടിലാണ്. ഇതിനിടയിലാണ് ഈ യോഗം എന്നാണല്ലോ പ്രധാനം. രഞ്ജിത്ത്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയൊരു ആക്ഷേപം അവർക്കെതിരെ ഉണ്ടായിരുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ കടലാസിൽ മാത്രം ഉള്ള ഒരു മുന്നണിയാണ്. അങ്ങനെ ഒരു മുന്നണി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നൊരു ആക്ഷേപം BJP വലിയ തോതിൽ അതിന് പ്രചരണം നൽകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. 23 കക്ഷികൾ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ജയറാം രമേശ് അറിയിക്കുന്നത്. പക്ഷേ ഏതായാലും DMK ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ TVK-യുമായി ചേർന്ന് അവർ ഒരു സർക്കാർ രൂപീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അവരെ വഞ്ചകർ എന്ന് വിളിച്ചുകൊണ്ട് ഇനി അവരുമായി ഒരു കൂട്ടുകെട്ടിനില്ല എന്ന് DMK വ്യക്തമാക്കി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അവരുമായുള്ള ബന്ധം ഒഴിവാക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ JMM രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായി അവിടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി അവരിലും വലിയ അതൃപ്തിയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തന്നെ CPM-നെ കേരളത്തിൽ വന്ന് വലിയ തോതിൽ ആക്രമിച്ചതിൻ്റെ ഒരു പരാതിയുണ്ട്. അതായത് CPM-ഉം BJP-യും തമ്മിലൊരു രഹസ്യ ബാന്ധവമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തന്നെ കേരളം മുഴുവൻ പറഞ്ഞു നടന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു വിശദീകരണം വേണം എന്ന നിലപാട് MA ബേബിക്കുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് മല്ലികാർജുൻ ഖർഗെയ്ക്ക് നേരത്തെ അയച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ജോൺ ബ്രിട്ടാസ് MP ആയിരിക്കും ഇന്ന് പങ്കെടുക്കുക CPM-നെ വേണ്ടി. അതുപോലെ തന്നെ D രാജ CPI-ക്ക് വേണ്ടിയും പങ്കെടുക്കുക. ഏതായാലും ഈ മുന്നണിക്കകത്ത് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും അപശബ്ദങ്ങളും ഉയരുന്നു എന്നതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒരു കാര്യം പറയുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഐക്യത്തോടു കൂടി ഇന്ത്യ മുന്നണിക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും. അത് തെളിയിക്കൽ കൂടിയാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇന്ത്യ ജൻ ഗഠ്ബന്ധൻ അല്ലെങ്കിൽ ജൻബന്ധൻ എന്ന തരത്തിൽ ഇതിനെ റീബ്രാൻഡ് ചെയ്ത് ഈ മുന്നണിയെ ഒന്ന് റീബ്രാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഒരു ജനകീയ മുഖം മുന്നണിക്ക് നൽകുക അല്ലെങ്കിൽ ജനകീയ പേര് നൽകുക എന്നൊക്കെയുള്ള ഒരു പദ്ധതിയുണ്ട്. 2029 തെരഞ്ഞെടുപ്പ് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അപ്പോൾ സംയുക്തമായി അതിനെ നേരിടുക എന്നത് അവർ ഒരു വലിയ ലക്ഷ്യമാക്കി വെക്കുന്നു. BJP തുടർച്ചയായി 4ാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരിക അല്ലെങ്കിൽ BJP വരിക എന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള തീവ്ര ചർച്ചകൾ കോൺഗ്രസ് നടത്തുന്നു. അത് ഏത് തരത്തിലൊക്കെ പ്രതിഫലിക്കും എന്നത് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഏതാണ്ട് ഉച്ചയോടുകൂടി യോഗം ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായകമായ യോഗമാണ്. ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിക്കും, മറ്റൊന്ന് ആരൊക്കെ പങ്കെടുക്കും എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.